വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ അനിയൻ പെണ്ണ് കേസിൽ അകത്തു പോയിന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വാർത്ത വരും. ഗിരിയുടെ മാനം കപ്പല് കയറും. അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കണോ? ഇതിലേക്കൊക്കെ ഗിരിയെ വലിച്ചിഴക്കണോ? സുമിയുടേതുപോലൊരു മൂന്നാം കിട കുടുംബത്തിൽ നിന്നല്ലാതെ എത്രയോ നല്ല ബന്ധങ്ങൾ അവന് കിട്ടുമായിരുന്നു. പക്ഷേ അവസരങ്ങൾ മുഴുവൻ അവൻ സ്വയം കളഞ്ഞു കുളിച്ചു. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഈ കല്യാണം നടത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിതീഷിനെ വരച്ച വരയിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിവുള്ള ഒരു പെണ്ണാണ് നന്ദിത. അവള് വിചാരിച്ചാൽ ഇനി അവനെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണാണല്ലോ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഓർത്ത് നമുക്ക് ആശ്വസിക്കാം. നിതീഷിനെ നന്ദിതയെ കല്യാണം കഴിക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഞാൻ തന്നെയാ. അതിൽ ഒരു കള്ളത്തരവും ഇല്ല മോളെ. അതുകൊണ്ട് നന്ദിതയെ എനിക്കൊന്ന് കാണണം. നിതീഷ് കാണിച്ച തെമ്മാടിത്തരത്തിന് എനിക്ക് അവളോട് മാപ്പ് പറയണം. അതുകൊണ്ട് നന്ദിത എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാ നീ എന്നെ അവിടേക്ക് കൊണ്ടുപോകണം. അമ്മ, ഇത് സോഫി, എന്റെ ഫ്രണ്ടാ. അമ്മ നന്ദുവിനെ കാണാൻ വന്നതാ. അമ്മ ഇരിക്കെ, ഞാൻ നന്ദുവിനെ വിളിക്കാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം അവളെ. ആണോ? അവൾ എവിടെയുള്ളത്? അവള് മുറിയിലുണ്ട്. അമ്മ വരൂ. വാ. ഇതാരാ ഇത്? സനു എടുത്തിയോ? കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട്. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തുണ്ടാവും. ഞാനൊന്നും അറിഞ്ഞില്ല മോളെ. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തെമ്മാടിത്തരോ എന്റെ മോൻ എന്നോട് കാണിച്ചത്. സത്യം പറഞ്ഞ നീ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട കഥയൊക്കെ സനു പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി മോളെ. നീ ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അവനെ വരച്ച വരയിൽ നിർത്തി ഈ കല്യാണം ഞാൻ നടത്തുമായിരുന്നു. ഇതൊക്കെ അമ്മ എന്നെ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ? ഒരിക്കലും അല്ല മോളെ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതി നിനക്കുണ്ടാവില്ലായിരുന്നു. അന്ന് നീ വീട്ടിൽ വന്നത് സുമിയെ കാണാനല്ല നിതീഷിനെ അന്വേഷിച്ചാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അന്നെങ്കിലും നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ മോളെ? അമ്മയോടൊന്നല്ല, ആരോടും ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുതെന്ന് നിധിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അതാ പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ ഗർഭിണിയാകുന്ന ഒരു പെണ്ണിന്റെ സങ്കടം എന്താണെന്ന് ഒരു പെണ്ണായി എനിക്ക് മനസ്സിലാവും മോളെ. നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് എന്റെയും കൂടി ചോരയാ. ഇതിനെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? എന്റെ മോൻ ചെയ്തു പോയ തെറ്റിനു വേണ്ടി ഈ അമ്മ നിന്നോട് മാപ്പ് പറയുക. ഗിരിയുടെയും സുമിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അച്ചമ്മ നടത്താത്ത വഴിപാടുകളില്ല. അപ്പോഴാ ഈശ്വരന്റെ വരദാനം പോലെ എന്റെ മകന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരാൻ തുടങ്ങിയത്. ഈ കുഞ്ഞിനെ നിതീഷിന്റെ കുഞ്ഞായിട്ട് നീ പ്രസവിക്കണം. ആ കുഞ്ഞ് ഒയ്യാരത്ത് തറവാട്ടിൽ കളിച്ച് ചിരിച്ച് നടക്കണം. അതൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കണ്ടേ മോളെ? ഇങ്ങനെ സങ്കടപ്പെടാനല്ല, ഒരുപാട് സന്തോഷിക്കാനുള്ളൊരു വാർത്തയുമായിട്ടാ ഞാൻ വന്നത്. നിന്നോട് കാണിച്ച ചതിയുടെ പേരിൽ ഞാനും ഗിരിയുമൊക്കെ നിതീഷിനെ ഒരുപാട് വഴക്കു പറഞ്ഞു.
ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അവനിപ്പോ നല്ല കുറ്റബോധമുണ്ട്. മോള് അവനോട് ക്ഷമിക്കണം. എത്രയും പെട്ടെന്ന് അടുത്ത ശുഭമുഹൂർത്തത്തിൽ മോളുടെ കഴുത്തിൽ താലി കെട്ടാനാണ് നിതീഷിന്റെ തീരുമാനം. ഇനിയും എന്നെ പറ്റിക്കാനുള്ള അടുത്ത അടവായിരിക്കും ഈ വിവാഹ വാഗ്ദാനം. അയ്യോ, ഒരിക്കലും അല്ല മോളെ. ചെയ്തു പോയ തെറ്റുകളുടെ പശ്ചാത്താപത്തിൽ അവൻ സ്വയം എടുത്ത തീരുമാനമായത്. ഈ സംഭവത്തോടെ നിതീഷ് പഴയ നിതീഷ് അല്ല. അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. ഇതിനിടയ്ക്ക് നിന്നെ കാണാനും മാപ്പ് പറയാനും വേണ്ടി അവൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ സാനിയെ സമ്മതിച്ചില്ല. അതുകൊണ്ട് മാത്രമാ ആ കൂടിക്കാഴ്ച നടക്കാതെ പോയത്. ഒന്നുമല്ലെങ്കിലും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ? ആ പരിഗണനയെങ്കിലും നീ അവന് കൊടുക്കണം. നിനക്കൊരു കാര്യം അറിയാമോ മോളെ? പണ്ട് കല്യാണം ആലോചിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ എന്റെ മരുമോളുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് നിന്നെയായിരുന്നു, അല്ലാതെ സുമിതയല്ല. എന്റെ ആഗ്രഹം ഇപ്പൊ യാഥാർത്ഥ്യമാവാൻ പോവാ. ഗിരിയുടെ അല്ലെങ്കിലും എന്റെ മറ്റൊരു മകന്റെ ഭാര്യയായിട്ട് നീ ഒയ്യാരത്ത് തറവാടിന്റെ പടി ചവിട്ടാൻ പോവാ. ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞ് എന്നെയും എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ നിധിയേട്ടൻ തയ്യാറാവാണെങ്കിൽ എല്ലാം പൊറുക്കാനും മറക്കാനും ഞാനും തയ്യാറാണമ്മേ. അത് മാത്രം കേട്ടാ മതി ഈ അമ്മയ്ക്ക്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യും. നിന്നെ പോലൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നാലേ അവനൊരു നിയന്ത്രണമൊക്കെ ഉണ്ടാവും. അവനെ നമുക്ക് മാറ്റിയെടുക്കണം മോളെ. സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറ്റി ഒരു നല്ല മനുഷ്യനാക്കണം. അതിന് നിന്നെ കൊണ്ടേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ഇനി നീ വീട്ടിൽ പോണം. ഇത്രയും ദിവസം ഒളിച്ചു താമസിച്ചതിന്റെ പേരിൽ അവരെയൊക്കെ ഫേസ് ചെയ്യാൻ നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിലേക്ക് നീ ഒറ്റയ്ക്ക് പോണ്ട. ഞാനും കൂടി വരാൻ നിന്റെ കൂടെ. എന്റെ മകൻ നിന്നോട് ചെയ്ത തെറ്റിന് നിങ്ങളുടെ കല്യാണം നടത്തി പ്രായശ്ചിത്തം ചെയ്യാൻ പോവാണ് ഞാൻ. അത് ഞാൻ എല്ലാരോടും പറയാം. കാര്യങ്ങൾ പറഞ്ഞ മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ മോള് പോയി റെഡിയായിട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് തരാനാ ഡോക്ടർ കാണുന്നു പറഞ്ഞ്? ആ ആയിരിക്കാം. ചെന്നപ്പോ എന്തായാലും കിട്ടിയത് ഇതാ. ഇതിൽ ചിലപ്പോ നമ്മൾ അന്വേഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കും. ഞാനതൊന്ന് മറിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും കണ്ടെത്താനായില്ല. എന്റെ പൊന്നു സുമി, നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്തിനാ അദ്ദേഹം ഇത് ഗിരിക്ക് തന്നത്? ആ ഡോക്ടർക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. പോരാത്തതിനെ കിടപ്പ് രോഗിയും. അതുകൊണ്ട് അങ്ങേര് ചെറുതായിട്ട് കിളി പോയ ഒരവസ്ഥയിലാണോന്ന് എനിക്കിപ്പോ സംശയമില്ലാതില്ല. ഒന്ന് പോകിരി. ആ എന്തായാലും അദ്ദേഹം ഓർത്ത് വിളിച്ചു വരുത്തി തന്നതല്ലേ. ഓ, ആദ്യം ഞാൻ കുത്തിയിരുന്ന് ഇത് മുഴുവൻ വായിച്ചു നോക്കട്ടെ. അതിനു മുമ്പ് ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എത്തണ്ട. ഓ ശരി മാഡം. മോളെ, എന്റെ പൊന്നു മോളെ, മോളെ നന്ദു. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, നമ്മുടെ മോള് വന്ന്. മോളെ, അച്ഛാ, നീ എവിടെയായിരുന്നു മോളെ? എന്താ നിനക്ക് പറ്റിയത്? ഞങ്ങളെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നാലും
ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ പോവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു മോളെ? നിന്നെ ഓർത്ത് ഞങ്ങൾ എത്ര തീ തിന്നു അറിയാമോ? എന്തിനാടി പെട്ടെന്ന് ഇങ്ങ് പോന്നേ? നിനക്ക് കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. നിന്നെ പ്രതീക്ഷ ഞങ്ങൾ എല്ലാരും ഉരുക്കി ചത്തതിന് ശേഷം വന്നാൽ മതിയായിരുന്നല്ലോ. വീട് വിട്ട് പോകുമ്പോ ഈ കുടുംബത്തിലുള്ളവരെ പറ്റി ഓർക്കണായിരുന്നു. ഇനി ഇവള് സത്യങ്ങളെല്ലാം തുറന്നു പറയൂ. അത് വലിയ പണിയാവുമല്ലോ. അവളെ കൂടുതലൊന്നും ചോദിച്ച് കരയിപ്പിക്കണ്ട. ഞാനാ ഇവളെ കണ്ടെത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ചികഞ്ഞെടുത്ത് ആരും മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം നല്ല വഴിക്ക. നമ്മുടെ രണ്ട് കുടുംബങ്ങളിലും ഇനി സന്തോഷത്തിന്റെ നാളുകൾ മാത്രം നിറയാൻ പോവാ. നേരം ഒരുപാട് വൈകിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ പോവാം. ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം. വൈകിക്കണ്ട, നാളെയോ മറ്റന്നാളോ തന്നെ. ആകെ ഒരു നിർബന്ധമേ എനിക്കുള്ളൂ. നിതീഷിന്റെയും ഇവളുടെയും കല്യാണം ഉടനെ നടത്തണം. അതിന് ഇനി ഒട്ടും കാലതാമസം വേണ്ട. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അനുരാധ രക്ഷിച്ചത് എന്റെ മോളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ കൂടിയാ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ട എന്ത് കാര്യം ഇതിലുള്ളത് ഇന്നരെ? എന്റെ മോനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണല്ലാതെ പിന്നെ ആരാ അവന്റെ ഭാര്യയാകേണ്ടത്? നന്ദിത നിതീഷിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തിരിച്ച് അവനും ഇവളെ ജീവനാ. ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്വസ്ഥമായിട്ട് നാളെ സംസാരിക്കാം. നേരം ഒരുപാട് വൈകി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ മോളോട് അനുരാധ കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഫെബ്രുവരി 13 പേഷ്യന്റ് സത്യനാരായണൻ, വയസ്സ് 52. ചികിത്സ നടത്തേണ്ടത് ബൈസ്റ്റാൻഡറും സുന്ദരിയുമായ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ്. അനുരാധ. ഫെബ്രുവരി 23 അവരിന്നും എന്നെ കാണാൻ വന്നിരുന്നു. സത്യനാരായണന്റെ സുന്ദരിയായ ഭാര്യ. അവരുടെ പെരുമാറ്റം എന്നെ കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്നു. അതിലേറെ ആകർഷിക്കുന്നത് അവരെനിക്ക് വാഗ്ദാനം ചെയ്ത തുകയാണ്. അവരുടെ ആവശ്യം എനിക്ക് തട്ടിക്കളയാനാകുന്നില്ല. മാർച്ച് 3 സത്യനാരായണന്റെ ചികിത്സ ഞാൻ ഏറ്റെടുത്തു. അനുരാധയ്ക്ക് വേണ്ടി ഒരാളെ മരണത്തിലേക്ക് മെല്ലെ മെല്ലെ തള്ളിവിടുന്നതിനെ ചികിത്സ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. 2002 മാർച്ച് 27 സത്യനിപ്പോൾ പൂർണ്ണമായും ഒരു കിടപ്പ് രോഗിയായി കഴിഞ്ഞിരുന്നു. എന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ആദ്യ ഗഡുവായി എത്തിയിരുന്നു. പക്ഷേ ഞാൻ കാത്തിരുന്നത് ഇന്ന് വൈകിട്ട് അനുരാധ എനിക്ക് വാഗ്ദാനം ചെയ്ത നിമിഷത്തിനു വേണ്ടിയാണ്. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്ക് എന്ത് ദൈർഘ്യമാണ്. മെയ് 25 സത്യനാരായണൻ പൂർണ്ണമായും അവശനായി കഴിഞ്ഞിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. ഇനി അയാൾക്ക് അധികം നാൾ ബാക്കിയുണ്ടാവില്ല. പറഞ്ഞ തുകയും പറയാത്ത പലതും അനുരാധ എനിക്ക് നൽകിക്കൊണ്ടേയിരുന്നു.
2002 ആഗസ്റ്റ് 1 സത്യനാരായണന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണരുതെന്ന് അനുരാധയുടെ തീരുമാനം. ഇത്രയും നാൾ ഗിരി അവരെ അമ്മയെന്ന് വിളിച്ചു പോയത് ഓർത്ത് എനിക്ക് ദുഃഖമുള്ളൂ. അവരൊരിക്കലും ഒരു മനുഷ്യജന്മം ആവാനായിട്ട് വഴിയില്ല. രാക്ഷസി. അനുരാധയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കൺമുന്നിൽ നിരന്നു കഴിഞ്ഞിരിക്കുക. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എല്ലാവരുടെയും കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലാണെന്ന് മണികണ്ഠൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഗിരി ഒന്നിങ്ങ് വരണ്ട താമസം. കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനമായിരിക്കും. ഹലോ അമ്മേ. മോളെ സുമി, നമ്മുടെ നന്ദു വന്നു. എന്തമ്മ പറഞ്ഞേ? നന്ദു തിരിച്ചെത്തിയെന്ന്. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. നേരാണോ അമ്മേ? എങ്ങനെ? ആരവളെ കണ്ടെത്തിയത്? പോലീസാണോ? നന്ദു എന്താ പറഞ്ഞേ? എവിടെയായിരുന്നു ഇത്രയും കാലം? അവളെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും. വേറെ ആരുമല്ല, ഗിരിയുടെ അമ്മയാ മോളെ. മഹാലക്ഷ്മി അമ്മയോ? അല്ല എന്റെ സുമി, അനുരാധയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒടുവിൽ പോകുന്നതിന് മുമ്പേ അവര് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോ നിനക്ക്? ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ആ സുമി, എല്ലാം കലങ്ങി തെളിഞ്ഞു. ഒക്കെ നല്ല വഴിക്കായി. ഗിരിയുടെ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അവരിത്രയും നല്ല മനസ്സുള്ള സ്ത്രീയാണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എന്തൊരു തങ്കപ്പെട്ട സ്ത്രീ അനുരാധ. നമ്മുടെ മോളുടെ ജീവിതമല്ലേ തിരിച്ചു കിട്ടിയത് അവര് കാരണം. 100 പുണ്യം കിട്ടട്ടെ അവർക്ക്. എന്താ സുമി? ആരാ വിളിച്ചത്? എന്ത് പറ്റി? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. ആഹാ, എന്താ വിശേഷം? നന്ദിത തിരിച്ചു വന്നു ഗിരി. ആഹാ, എപ്പോ? എങ്ങനെ? ഇഷി ഓക്കെ? സുമി, നാളെ തന്നെ നീ അവളെ പോയി കാണണം. മാനസികമായിട്ട് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സുമി കൊടുക്കണം. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ അവള് തിരിച്ചെത്തിയല്ലോ, വലിയ സമാധാനം. എന്താ സുമി? സുമിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? സുമി, സുമിയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിതയുടെ അവസ്ഥ എനിക്കറിയാം. അത് ഓർത്തുള്ള നിന്റെ വീട്ടുകാരുടെ ടെൻഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുമി, ഏറ്റവും പ്രധാനം അവൾ ഒരാപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാടോ. താൻ ധൈര്യമായിട്ടിരിക്കുക. സുമി ഡയറി വായിച്ചോ? അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സുമി? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളോ? അത് ഗിരി, ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിലേ ഇന്നോ നാളെയോ എണ്ണി ആ കിടപ്പ് കിടക്കുന്ന ഡോക്ടറില്ലേ, എന്നെ വിളിച്ചു വരുത്തി എനിക്കത് തരേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല, ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ ഞാൻ ഒരു വിധത്തിൽ കരക്കടുപ്പിച്ചിട്ടുണ്ട്. ഇനി പന്ത് നിന്റെ കോർട്ടിലാ നിതീഷേ. നന്ദിതയെ നീ കല്യാണം കഴിക്കുമെന്ന് ഞാൻ അവളുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതേതായാലും നന്നായി. അങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല മോനെ. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. നന്ദിതയുടെ വീട്ടുകാർക്ക് മുമ്പിൽ നീയും അവളുമായുള്ള കല്യാണം നടത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതാ നമ്മുടെ തുറുപ്പ് ചീട്ട്. കല്യാണക്കാരെ ഞാൻ അവതരിപ്പിച്ചപ്പോ
എല്ലാവരും എത്ര ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് ചാടി വീണതെന്ന് ഒന്ന് കാണണമായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ അമ്മേ. അവർക്ക് നോക്കുമ്പോ ഈ ബന്ധം എന്ന് പറഞ്ഞ ഒരു ലോട്ടറി അല്ലേ. അതുങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സൗഭാഗ്യം. അതെ, മൂത്തവൾ എന്തോ ഒരു കുരുട്ട് ഭാഗ്യത്തിന് തെന്നിത്തെറിച്ച് ഈ കുടുംബത്തിനകത്ത് വന്ന് വീണു. ഇപ്പൊ ദാ ഇളയതും. നന്ദിത സുമിതയുടെ അനിയത്തി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഗിരിയേട്ടന് എതിർപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന കണക്കിനാ ഇപ്പം നമ്മുടെ നീക്കങ്ങൾ.